അപ്പൊ ഇത് തരാം, ഒരാൾക്ക് ഒരെണ്ണേ തരല്ലോട്ടോ. അധികം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കൂർക്ക കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ഇതിനാൽ എന്റെ പ്രേക്ഷകർ നമ്മളോട് ക്ഷമിക്കണം. ഇവരെ ഞാൻ മാറ്റാൻ പോവാണ് ഇവിടെ നിന്ന്. അതെ, ഇവരെ ഇവിടെ നിൽക്കുന്നുണ്ട്, ഭൂമിയുടെ അടിയിലേക്ക് തന്നെ ഞാൻ വിട്ടിട്ടുണ്ട്. ആ സ്പോട്ടിൽ പ്രതികരിച്ചു. അതെ, ആ പാക്കറ്റ് മുഴുവൻ തിന്ന് കഴിച്ചു. 10 മണി ഇന്ന് നാളെ നടാന്ന് പറഞ്ഞിട്ട് തിന്ന് കഴിച്ചു. ഇതിലെന്നിട്ട് കഴിക്കണം നിർബന്ധം. സൂപ്പറായി, അങ്ങനെ നടന്നതായിരുന്നു. അടിപൊളി. പരിപ്പ് വട പോലെ പറഞ്ഞിട്ട് അതൊന്നും കുഴപ്പമില്ല. ആരാതൊക്കെ ചോദിക്കാനായിട്ട് ചേട്ടൻ നമുക്ക് സോസ് കഴിക്കുമ്പോ ഇതിന്റെ ഒറിജിനാലിറ്റി പോകും. സൂപ്പർ കട്ട്ലേറ്റ് ഞാൻ കഴിക്കാൻ പോവാ. ദൈവം തമ്പുരാനേ. അല്ല ചേട്ടന്റെ വീടിന്റെ ബാക്കിലത്തെ ഇവിടേക്ക് ദൈവം തമ്പുരാനേ. ഇതെന്തുട്ടത് നോക്കിയേ, സുമോ കൊള്ളി കുത്താൻ വേണ്ടിട്ട് അല്ലൻ ചേട്ടൻ ഉണ്ടാക്കി വെച്ചാണ് കുഴി. നമ്മുടെ അജിത് കുമാർ ചേട്ടൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന കൊള്ളിത്തെറിയാണ് കേട്ടോ. അല്ലൻ ചേട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു 2 കഷ്ണം. അപ്പം അത് കുത്താൻ വേണ്ടിയിട്ട് ഇത് ഭഗവാൻ, ഇതിലൊരു 100 കിലോ ഒരു കടയിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അല്ലൻ ചേട്ടൻ കുഴി ഒരുക്കിയേക്കണത് ഇത് കുത്താൻ വേണ്ടി. കയ്യിലിരിക്കുന്നതാണ് സുമ തണ്ട് കേട്ടോ. വളരെ കനം കുറഞ്ഞ തണ്ടാണിത്. നമ്മൾ സാധാരണ കൊള്ളി തണ്ടിന്റെ കനം കൂടി പോലും ഇല്ല. പക്ഷെ അല്ല ചേട്ടാ, അവര് മണ്ണിന്റെ നിരപ്പിന്ന് മുകളിലേക്കാണ് ഇതാക്കണേ. അപ്പൊ അത് പറക്കാൻ എളുപ്പത്തിന് കൊള്ളി പൊട്ടി പോവാണ്ടിരിക്കാൻ. അതെ, നോക്കാം കേട്ടാ. 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇത് പറക്കല്. പറിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ഒല്ലൂര് കോർപ്പറേഷൻകാർക്ക് മുഴുവൻ കഴിക്കാനുള്ളത് ഉണ്ടാവും തോന്നുന്നുണ്ട്. ഈ 4 കട ശരിയായിണ്ടെങ്കിൽ ഒരു ചരിത്ര സംഭവം ആയിരിക്കും അത്. ഗിന്നസ് ബുക്കിൽ വരുമോ അല്ല ചേട്ടൻ്റെ പേര്? കുഴിച്ചിന്റെ ടൈം ആകുമ്പോ പറഞ്ഞോളാ, ഞാനൊന്ന് വരാം ഒരു ക്ലിപ്പ് എടുക്കാൻ. ഒന്ന് അമർത്താണ്ട് ഒന്ന് അമർത്തിണ്ട് ഒന്നുകൂടി അമർത്തി വെക്കാണ്ട് ഇത് വേണം നിരപ്പില് വന്നിട്ട് വെക്കാനായിട്ട്. നിങ്ങൾ പറഞ്ഞതിൽ നിരപ്പിൽ തന്നെ വെക്കുള്ളൂ. ഞാൻ നിരപ്പേൽ മത്തായി കോഴിക്കൂട്ടിലേക്ക് കിടക്കണ വഴിയിൽ അപ്പുറത്ത് ചട്ടിയിൽ ചെണ്ടുമല്ലി വെച്ചിട്ടുണ്ടല്ലോ ചേട്ടൻ. പിന്നെ ഇത് മറ്റേ വിക്സ് അല്ല, അത് മറ്റേ പോളോ മിഠായിര മണം. പോളോ മിഠായിര മണം. ചായ കൂടി കഴിഞ്ഞാ? മാത്രം ഇങ്ങനെ കട്ടയ്ക്ക് വളവ് തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ സുമോ കൊള്ളി നടല് കഴിഞ്ഞു. ഇനി പറക്കുമ്പോ കാണാം. അപ്പൊ ഇന്നലെ അല്ലേട്ടൻ സുമ കപ്പ കുഴിച്ചിട്ടു. ഞാനാണെങ്കിൽ കുഴിച്ചിട്ടോണ്ടെ രീതിയാണ് എനിക്ക് ചിരി വരൂട്ടാ. ഞാൻ ഇതെന്തങ്ങനെ എല്ലാവരും ഉണങ്ങി പോകാണ്ടിരിക്കാൻ തണ്ടുകൾ അവിടെ നിന്ന് കൊണ്ടുവന്നൊക്കെ ഇവിടെ കുഴിച്ചിട്ട് വെക്കാം. കാരണം നമുക്ക് ആകപ്പാടെ ആവശ്യം വരുന്നത് ഇതുപോലത്തെ 2 കഷ്ണം മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് എന്തിനാ ഇത്രയ്ക്കധികം കിട്ടിയിട്ട് കാര്യമില്ല. കാരണം അല്ല, എന്താ ഉറപ്പ് കടക്കെ 10-35 കിലോ ഉണ്ടാവുന്നു? അല്ല, അപ്പൊ ഇതെന്താ വെച്ചാൽ ഉണങ്ങി പോകാണ്ടിരിക്കാൻ ഞാൻ ഇങ്ങനെ കുഴിച്ചിട്ട് പോകുന്നതാണ്. വല്ലവരും വരുമ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒരു 5-8 തണ്ടുകളുണ്ട്. വീഡിയോയിലുണ്ട് തണ്ട് തരുമോ ചോദിച്ചിട്ട്. അപ്പൊ ഇത് തരാം, ഒരാൾക്ക് ഒരെണ്ണേ തരല്ലോട്ടോ. അധികം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്, കാരണം എല്ലാവർക്കും കൊടുക്കണ്ടേ. വേഗം വന്നോളോ, വരുന്നൊരു വേഗമായോ. ഇപ്പൊ ഒരാൾ ചേറ്റുപുഴന്ന് അവിടെ നിന്ന് എത്തും. ഒരു കഷ്ണം കുഞ്ഞിത്. അതെ, ഇവിടെ മുഴുവൻ പരക്കട്ടെ അല്ലേ സുമ. ഒരു തണ്ട് മതിയല്ലോ. അപ്പൊ ഒരെണ്ണം വെക്കുമ്പോ ഏകദേശം നമുക്ക് ഒരെണ്ണം അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇത്രയ്ക്ക് ഏരിയ പോവും. അപ്പൊ നമുക്ക് അത്രയ്ക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ പിന്നെ കൊള്ളി ഇഷ്ടംപോലെ നട്ടിട്ടുണ്ട്. അല്ലും ചേട്ടൻ നട്ടേക്കണ് കണ്ടില്ലേ, കുഴിയുടെ വലിപ്പം. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കൊള്ളി ഇപ്പൊ നടന്നില്ല, നമ്മള് ചെയ്യാൻ പോണത് ചേട്ടന് നട്ടൂടെ, നമുക്കുള്ളത് നമുക്ക് നട്ടൂടെ. അല്ല, അത് അവിടെ സ്ഥലം ഒരുക്കണ്ടേ. കൂർക്ക കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ഇതിന് എല്ലാവരും പറഞ്ഞ് കൂർക്ക നന്നാക്കി കൊടുത്തിട്ടുണ്ട്. കൂർക്ക അത് ഞാൻ ചെയ്തോളാം. ചേട്ടൻ തൊട്ട് ഇപ്പൊ ചെയ്യാൻ പോണേ. അവിടെ ആ ഏരിയ വെടുപ്പാക്കുന്നുണ്ട്. ഞാൻ പണിയല്ല നടന്നേ. പറിച്ചു നടലൊക്കെ കഴിഞ്ഞാ? പറിച്ചു നടല. അയ്യോ, നീ ഇപ്പൊ എന്നെ ചീത്ത പറയും. എന്തിന്? അതെ, ഞാൻ പറയലൊക്കെ നിർത്തി. എനിക്ക് തന്നെ നാണായി തുടങ്ങി. ഞാനേ കേക്കണ ചേട്ടനില്ലേലും പറയണ എനിക്കില്ലേ ഒരു നാണം. നോക്ക്, നീ പലപ്പോഴും പറഞ്ഞിട്ടില്ലല്ലേ എന്ത് ഇത് ഇവിടെ കാണാൻ ഒരു സുഖല്യാന്ന്. സുന്ദരി ചീരിയും ഈ മുള്ളൻ ചീരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതൊന്ന് മാറ്റി നടാൻ പറയും. ഞാൻ മാറ്റി നടാനൊന്നും പറയാറില്ല.
സൈഡിലേക്ക് പോകാൻ പറഞ്ഞില്ലേ? ഇല്ലില്ലില്ലേ ഞാൻ പറഞ്ഞില്ല. എൻ്റെ പ്രേക്ഷകർ നമ്മളോട് ക്ഷമിക്കണം, ഇവരെ ഞാൻ മാറ്റാൻ പോവാണ് ഇവിടെ നിന്ന്. കാരണം വെച്ചാൽ ഇവിടെ വേറെ എന്തെങ്കിലും നടാൻ, കാരണം വെച്ചിട്ടില്ലേ ഇവിടെ ഒരു ഭംഗിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സുന്ദരി ചീരയൊക്കെ അവിടെ നിന്ന് നടന്നല്ലേ. അല്ല അത് നേന്ത്രവാഴയുടെ അടിയിൽ സുന്ദരി ചീരയുടെ സൗന്ദര്യമൊക്കെ പോയി, അത് മൂത്തു വയസ്സായി ചുള്ളത്തികളല്ല. അപ്പം ഞാൻ ഇഷ്ടിക ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഇഷ്ടിക ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ വെക്കാനുള്ള പരിപാടിയാണ്. നോക്കിയാൽ നമ്മുടെ ഉള്ളിയെ കണ്ടില്ലേ വരുന്ന വരവ് നോക്കിയേ, കണ്ടാ ഉള്ളിത്തടണത് എത്ര ഭംഗിയായിരുന്നു നോക്കിയേ, മോശമല്ല. അപ്പൊ അതുപോലത്തെ ഒരു തടം ഞാൻ ഇവിടെ സെറ്റാക്കാൻ പോവാണ്. വേറെ ഈ പല പല സാധനങ്ങൾ നടാണ്ടിരുന്നു നമുക്ക്. എൻ്റെ മുള്ളൻചീരകളെ നിങ്ങളെ ഞാൻ ഈ മധ്യഭാഗത്തുനിന്ന്, കാരണം വെച്ചാൽ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോ എന്റെ മേലെ ആകെ കോറ. എന്തിനെ കൂടെ ചേട്ടൻ നടക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇതിനൊക്കെ നടക്കേണ്ടി വരും. ഇവിടേക്ക് ഇപ്പൊ കിടക്കണ്ട ഇത് ഇവിടെ മാറ്റാൻ പോണത്. ഇവരെ ഞാൻ ആ മണ്ടലിക്ക് കൊണ്ടുപോയി വെക്കാൻ പോവാ. ഒന്നാമത്തേല് ഇതിന്റെ കാലാവധി കഴിഞ്ഞിട്ട്, പക്ഷെ ഇതിന്റെ വിത്തുകൾ വീടില്ലോ. കാലാവധി കഴിഞ്ഞോട്ടെ, അത് നോക്കണ്ട. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം എനിക്ക്. എന്താ നീ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നിനക്ക് കുറച്ച്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് എന്തായാലും ഇതിന് ഇനി അധികം നാള് ആയുസില്ല. ഇതെന്തായാലും ഈ വിത്തൊക്കെ ദേ കണ്ട, ഈ വിത്തൊക്കെ ഇത് ഇവിടെ വീണിട്ട് ഇതിന്റെ തൈകൾ ഇവിടെ മുളയ്ക്കും. അപ്പൊ ആ തൈകളെ പറിച്ചിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് വേണമെങ്കിൽ മാറ്റിക്കും. ഇതൊരു മാറ്റണ്ട. അതെ, അപ്പൊ ഇത് കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ ഇത് ഉണങ്ങും. അപ്പൊ ഈ വിത്ത് ഇഷ്ടംപോലെ തൈകൾ കാണിച്ചു തരാം നിനക്ക്. നോക്കിയാ ഇതിന്റെ തൈകൾ ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ഞാൻ അവിടെ ഓരോ മുന്നിൽ കുഴിച്ചിട്ടുണ്ടായിരുന്നു. കണ്ട മുള്ളൻചീരയുടെ തൈകളാണിത്. ഇതൊക്കെ മുള്ളൻചീരയുടെ തൈകളാ ഇതൊക്കെ. കണ്ട ഇത് നട്ടാ മതി, മനസ്സിലായ. പക്ഷെ ഇവിടെ തറഞ്ഞ സ്ഥലമായ അല്ല, ഇവിടുന്ന് മാറ്റുന്നു, നല്ല സ്ഥലത്തേക്ക് മാറ്റും. അപ്പൊ പിന്നെ വലിയൊരു സംഭവം കണ്ട, ഞാന് വെറുതെ തമാശക്ക് ഇത് വെറുതെ നട്ടല്ല. ഞാൻ ഇപ്പൊ ഇവിടെ കൂട്ടി അടിച്ചു. ഇതിവിടെ വെറുതെ വെടുപ്പാക്കാൻ വന്നില്ലേ, ഞാനപ്പോ ഇതൊന്ന് വെറുതെ പറിച്ചു നോക്കിയിട്ടാ അങ്ങനെ വെച്ചുവിടാ. കേട്ടാ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് അപ്പൊ പറിച്ചാലപ്പോ എന്നിട്ട് ഇത് വേറെ ഇത് നല്ല ഭംഗിയിൽ വേറെ സ്ഥലത്ത് കുഴിച്ചിടാം. അല്ല, ഈ മധുരക്കിഴങ്ങ് ഉപയോഗിക്കാം, ഇത് ഉപ്പേരി ഉണ്ടാക്കാം, ചിപ്സ് വേണ്ട, പുഴുങ്ങി തിന്നാം. ചേട്ടാ അത് അവിടെ വെക്കൂ ചേട്ടാ. ഇപ്പൊ തൽക്കാലം ഞാൻ കൂർക്ക കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവല്ലേ, ഇപ്പൊ പറിക്കണ്ട. ഭൂമിയുടെ അടിയിലേക്ക് തന്നെ ഞാൻ വിട്ടിട്ടുണ്ട്. ഇതെങ്ങനെ പറിച്ചു നോക്കണേ, ഇത് പറിക്കാറായാ? പിന്നെ അത് പറിക്കാൻ എപ്പോഴെങ്കിലും ഇതിന് കടയ്ക്ക് വല്ല ഉണ്ടോ നോക്കാൻ പോയതാണ്. അതെ, ഇല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിട്ടായിരുന്നു അല്ലേ. കൂർക്ക കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കോ. പരിക്കേണ്ട സാധനങ്ങള് കൂർക്ക കട്ട്ലേറ്റ്, അന്ന് കൂർക്ക കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറിച്ച കൂർക്കയൊക്കെ ഞങ്ങള് വേറെ ഓരോന്നൊക്കെ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇതിപ്പോ വേറെ ഇന്ന് പറിച്ചതാട്ടാ. അല്ല ചേട്ടാ, വേഗം അത് പറിച്ച് അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ടേ, കാരണം മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാശവും മന്ത് വരും കൂർക്കയില്. അത് കാരണം ഇനി എന്തൊരു ചെയ്യാൻ പോണേ? എവിടെ? നീ കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കോ. എനിക്ക് ഇവിടെ വൃത്തിയാക്കണം. നീ ഇവിടെ വീഡിയോ എടുക്കാനായിട്ടുള്ള സ്ഥലം സെറ്റാക്കണം. ഇവിടെ ഭംഗിയാക്കാൻ പോണേ ഞാൻ, പൂന്തോട്ടം പോലെയൊക്കെ ഇവിടെ ഞാൻ. അപ്പോൾ ഞാനിവിടെ വെടുപ്പാക്കാണ്. അപ്പോൾ സരിത അവിടെ കട്ട്ലേറ്റ് ഉണ്ടാക്കട്ടെ. കൂർക്ക ചേട്ടൻ പറിച്ച് ചവിട്ടി നന്നാക്കി കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചേക്കാട്ടാ. ചേട്ടൻ എന്നെ ഒക്കെ ചെയ്തേക്കണം. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ല ചേട്ടാ അപ്പുറത്ത് കളക്കിണ്ട് കേട്ടാ. അല്ല ചേട്ടൻ ചേച്ചി അപ്പുറത്തുണ്ട്. ഉപ്പിട്ടു. കൂർക്ക കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുള്ളൂ, ഞാൻ അരിയാൻ പോകണുള്ളൂ. പിന്നെ എന്തിട്ടാ അതിലേക്ക്? പിന്നെ ഒന്നും വേണ്ടല്ലോ. പിന്നെ അതന്നെ. അപ്പൊ അത് കളയാണോ? അപ്പൊ ഞാൻ എന്തുട്ട് ചേട്ടാ ഇപ്പൊ തന്നെ പറഞ്ഞത്? അത് അവിടെ തന്നെ നിന്നോട്ടെ, അതിങ്ങനെ ഉണങ്ങി ആ വിത്ത് അവിടെ കൊഴിഞ്ഞിട്ടാ. എനിക്ക് മറ്റേ ഈ അജിത്ത് മറ്റേ ഈ ഇവിടുന്ന് പയറുത്ത് ഇഷ്ടം പോലെ തന്നിട്ടുണ്ട് നടാൻ സ്ഥലല്ലേ വേറെ? എവിടെ സ്ഥലം? ഒരു പാക്കറ്റിൽ വിത്ത് കണ്ടില്ലേ? കണ്ടു. അപ്പൊ സ്ഥലം വേണ്ട. ഞാൻ സ്ഥലം ഇല്ലാണ്ട് എന്ത് ചെയ്യുന്നു വിചാരിച്ചിട്ടിരിക്കാണ്. സ്ഥലമില്ലാന്ന് ചന്ദ്രേട്ടന്റെ സ്ഥലം വാങ്ങിക്കായിരുന്നു. അല്ല ചേട്ടൻ പറയാ സ്ഥലമില്ലാന്ന്. ചന്ദ്രേട്ടന്റെ സ്ഥലം എന്ന് പറയണത് ഈ സ്ഥലം 48 സെന്റ് സ്ഥലമാട്ടോ. അതിങ്ങനെ മൊത്തം ഇതേപോലെ തന്നെ ഒരു 48 സെന്റാണ് ഈ മതിലിന്റെ അപ്പുറത്തുള്ളത് കാണുന്നത്. ആ 48 ചേട്ടനനിയന്മാരുടെ സ്ഥലമായിരുന്നു. അതിലത്തെ ഒരാളുടെ സ്ഥലമാണ് നമ്മൾ വാങ്ങിച്ചത്. ഷാൻ ചേട്ടനും ചെറുേട്ടനും സജീവനും കൂടി വാങ്ങിച്ചതാണ് ഈ 48.
പിന്നെ അപ്പുറത്ത് ചന്ദ്രേട്ടൻ്റെ സ്ഥലം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ? ആ അപ്പുറത്തേക്ക് നമ്മള് മറ്റേ മലമ്പാമ്പ് അല്ല ഈ മറ്റേ പാമ്പിന് ചേരപ്പാമ്പിനെ അപ്പുറത്തേക്ക് അഴിച്ചു വിട്ടത് അല്ല, അഴിച്ചു വിട്ടതല്ല, അഴിച്ചു വിട്ടത് തന്നെ. വലയുടെ ഉള്ളിൽ കുടുങ്ങിയ പാമ്പിനെ രക്ഷപ്പെടുത്തി വിട്ടത്. അതെ, എനിക്ക് പയർ വിത്ത് ഇത് കണ്ടത് ഞാൻ നമ്മൾ അറിയാലോ, ഒന്ന് പയർ വിത്ത് നമുക്ക് തന്നത് നടണ്ടേ, സ്ഥലം വേണ്ടേ, പയർ വിത്താണേ. അതിന് പാവം മുള്ളൻചീര ബലിയാടായി. മുള്ളൻചീര ജപ്തി ചെയ്യപ്പെട്ടു. കുടിയിറക്കിയവരെ അവരുടെ സ്ഥലത്തുനിന്ന്. ഇതാണ്ടാ ഈ വിത്ത് നടണ്ടേ, കണ്ടാ അപ്പോൾ അതിന് സ്ഥലം ഉണ്ടാക്കണം ഞാൻ. മാറ്റങ്ങൾ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കും സരിതേ. ആ അല്ലെങ്കിൽ എന്താ കാര്യം ഇതോടിരിക്കട്ടെ. എന്നാണാവോ ഇനി സരിതേനെ മാറ്റാൻ പറഞ്ഞിട്ട് കമൻസ് ഉണ്ട് കേട്ടോ ചേട്ടാ. അതൊന്നും പറയില്ലല്ലോ, ഒന്നും പറയാണ്ട് പോയില്ലോ. ഏത് അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. സുന്ദരജീര വിത്തുകളൊക്കെ ഇവിടെ മുളക്കിട്ടല്ലേ നിറച്ച് കുടഞ്ഞിടാം. ഐ അതെവിടെയെങ്കിലും ഒരുത്തിലിട്, ആ തെങ്ങിൻ്റെ അടക്കിട്ടോ. ആ അത് ഇവിടെ ഇട്ടുണ്ട്. അപ്പോൾ അവിടെ ആയോളും നനയ്ക്കുമ്പോ അവിടെ മുളച്ചോളും കേട്ടാ. അല്ലെ ചേട്ടൻ്റെ ചേച്ചിയുടെ അവസ്ഥ തന്നെ. കൊറേ തരം സാധനങ്ങൾ മുളപ്പിച്ചു വെച്ചിട്ടുണ്ട്, നടാ സ്ഥലമില്ലാന്ന്. അയ്യോ അപ്പൊ ഇത്ര വാഴ നടണ്ടായിരുന്നു അല്ലേ? അല്ല ചേട്ടാ, നേന്ത്രവാഴ കൂടി. അതെ കേട്ടാ, ഉപയോഗിക്കാൻ പറയണ വാഴയാണെന്ന്. ആ അത് ശരിയാ, അത് ശരിയാ. അല്ല ചേട്ടാ, അവിടെ നിന്ന് സംസാരിക്കണത് കിട്ടുന്നുണ്ടോ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇങ്ങനെ വരുന്നേ ജഗു ട്യൂഷൻ പോവാ. ജഗു ഗ്ലാമറായല്ലോ. തക്കാളി തൈകളൊക്കെ മുളച്ചിട്ടുണ്ട്. കുക്കർ വിസിലടിച്ചു. നോക്കിയേ ഈ അടുപ്പ് നോക്കിയേ കത്തണ ചേട്ടാ. ആരെങ്കിൽ ഇതിനെ വിളിക്കേണ്ടി വരും തോന്നണ. കണ്ട കുക്കറാകെ കരി പിടിച്ചു. ഇപ്പൊ എന്തായാലും കരിയാവട്ടെ. നോക്കിയേ കരി പിടിച്ചിട്ട്. ജഗ്ഗുവിന് ക്രിസ്മസ് എക്സാം പ്രമാണിച്ച് എല്ലാ ദിവസവും ഉച്ച തിരിഞ്ഞ് ട്യൂഷനുണ്ട്. ജഗ്ഗു ഇതേ ട്യൂഷന് പോവാ. അപ്പോൾ കൂർക്ക കട്ട്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ ജഗ്ഗു ഉണ്ടാവില്ല. ഒന്ന് പോയി തരുമോന്ന്. ഔ അതെ, ജഗ്ഗുവിൻ്റെ അടുത്ത് അല്ല ചേട്ടൻ ട്യൂഷന് പോകുമ്പോൾ ജഗ്ഗുവിൻ്റെ അടുത്ത് അല്ല ചേട്ടൻ വെറുതെ അവിടെ ആ വിശക്കണേ ഒരു പഴം തിന്നോളാം. പക്ഷെ ജഗ്ഗു അത് കേട്ടിട്ടില്ല ചേട്ടാ. ജഗ്ഗു പോയി, ചേട്ടനാണ് അത് കേട്ടത്. എവിടെ ഇതൊക്കെ സ്പോട്ട് എന്നിട്ട് പറയാ, ആ സ്പോട്ടിൽ പ്രതികരിച്ചു. അതെ, അപ്പൊ ഇവിടെ കൊത്തികളെ കേട്ടാ. അപ്പൊ അവിടെ കുറെ ചവറ് കൂട്ടിയിട്ടുണ്ട്. ആ ചവറ് നമ്മുടെ ഇതിരിക്കുള്ള ഇടയിരിക്കുള്ള വെള്ളമാണ് കേട്ടാ. ഈ കൊത്തിയെടുക്കട്ടെ, കൊത്തി 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 ഇതുകൊണ്ട് പറ്റില്ല. ഇത് മുഴുവൻ പഴുത്തു. ആ പഴുത്തൊക്കെ പൊട്ടിച്ചോ. ഐ പോയില്ലേ ജഗ്ഗുവിന്റെ ചൂളം വിളി കേൾക്കണ്ടല്ലോ. എന്ത് മോനെ? ആ ജഗ്ഗു പറഞ്ഞു കേട്ടാ, താക്കോല് കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ മിളക് പൊട്ടി ചെയ്യാൻ നിൽക്കല്ലേ. അപ്പൊ അവൻ എന്നോട് പറയാ കർഷകന്റെ കയ്യിൽ കൊടുക്കാന്ന്. അഭിമാനിക്കൂ. അതെ, അച്ഛൻ അതിൽ അഭിമാനിക്കുന്നു. ആ അതെ, അല്ല പഴം കൊണ്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞ തമാശക്ക്, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാനിത് അറിയാണ്ട് പറഞ്ഞ കേട്ടാ. എന്നിട്ട് കൊണ്ടുവന്ന സാധനം ആഹാ ദേവി ഇവിടെ അവിടെ ഉണ്ടായിരുന്ന ആ നേന്ത്രപ്പഴം നേന്ത്രപ്പഴം കേട്ടാ. കൊണ്ടുവന്നിട്ട് ഇനി വേണ്ടെന്ന് പറഞ്ഞാലേ ചേട്ടൻ വിഷമല്ലേ. എന്നെക്കാളും നന്നായിട്ട് അറിയാലോ അല്ലൻ ചേട്ടന് അനിയന്റെ സ്വഭാവം. മണ്ണ ഇളക്കിയിട്ട് വേണം. കൊത്തിയോണ്ട് ചേരുന്നില്ലേ? കൊത്തിയോണ്ടല്ലേ എളുപ്പം. കൊത്തിയോണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ചേട്ടൻ അസോള കോരിയിട്ടില്ലെന്ന് തോന്നുന്നു. അസോള ഇന്നലെ ആ കാലത്ത് കോഴികൾക്ക് അല്ല ഇന്നലെ ഉച്ചരിഞ്ഞ് കോഴികൾക്ക് ഒരു ബക്കറ്റ് നിറച്ചിട്ട് കൊടുത്തു.
വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടു. ശരിക്കും എന്ത് രസമല്ല ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് കളക്കി പണിയെടുക്കുമ്പോഴേ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരുന്നത് തിന്നാനൊക്കെ ആയിട്ടേ. അയ്യോ അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടാനാ. അതെ, കയ്പക്കായ തന്നെ ഇവിടെ അല്ലേ നമ്മുടെ ആ പന്തലുണ്ടായിരുന്നേ. ഇവിടെ കയ്പേര പന്തലുണ്ടായിരുന്നു. ആ കുരു വീണിട്ട് തന്നെ മുളച്ച തൈകളാ. നിറയെ മുളക്കുക. പക്ഷെ ഇത് ചിലപ്പോൾ ഉണ്ടാവുന്ന അറിയില്ല. എന്നാലും ഞാൻ വെറുതെ പന്തലിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കണം. വെറുതെ കോവക്കായ പന്തലിൻ്റെ ഉണ്ടാവണേ ഉണ്ടാവട്ടെ. നമ്മളിപ്പോൾ ഇത് ഉണ്ടാവട്ടെ. എൻ്റെ കൈപ്പക്കായ ദൈവങ്ങളെ എന്ന് പ്രാർത്ഥിക്കും. അടയിലൊക്കെ ഹിറ്റായിട്ടാ ചേട്ടാ. എൻ്റെ കറ്റാർവാഴ ദൈവങ്ങളെ. ഉപ്പ് നോക്കിയിട്ടിടാം. എന്താ വെച്ചാലേ കൂർക്ക വേവിക്കണേൽ ഉപ്പിട്ടിട്ടുള്ള കാരണം കൊണ്ട് നോക്കിയിട്ട് ലാസ്റ്റ് ഇടാം വേണമെങ്കിൽ. നീ വാട്ടി തുടങ്ങിയാ? പിന്നെ വാട്ടി കഴിയാറായി. എന്താ വാട്ടി തുടങ്ങിയപ്പോ എനിക്ക് കുറച്ച് വേറെ അത് നോക്കി ഇട്ടൂടെ നിനക്ക്? എന്തുട്ടാ അതും? അതാ പ്ലാവിൻ്റെ ഇലയാ? പ്ലാവിൻ്റെ ഇല. അതെ, ഇത് മുരിങ്ങരല്ല. വെറുതെ ഇവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ടിടണം. അല്ലാണ്ട് പിന്നെ എന്തിട്ടാ? മുരിങ്ങേരല്ലേ കട്ട്ലേറ്റിലാ? എന്താ ഇനിയിപ്പോൾ ഇനി ഈ ചീരലിൻ്റെ ആ സോഡ ഇടുന്നില്ല ചേട്ടാ. ഇത് കഴുകിട്ടേ ഞാൻ കൊണ്ടുവരാം. എന്നാ വേഗം എന്താ? ആ പിന്നെ ഈ ഇതേ പൊന്നങ്ങനെ ചീര വേണ? വേണ്ട. രണ്ട് ചേട്ടാ ഇത് അടിപൊളി പൊന്നങ്ങനെ ചീര കേട്ടാ. നോക്കിയേ, ഇതിൻ്റെ അലി ഇട്ടോട്ടാ. ഒക്കെ വെറുതെ അന്ന് കഴുകിട്ടതാ. അല്ല എൻ്റെ കൈ മണ്ണല്ല നീ ആക്കേണ്ടി വരും. അതെ. ഇനി ഞാൻ മുളകിൻ്റെ ഇല വേണം. ഏയ് അതൊക്കെ ഇനി ആക്കാൻ ഇവിടെ സമയം. വെറുതെ ഒന്ന് കഴുകിട്ട് ഞാൻ കഴുകി. ഓക്കെ, ഞാൻ കഴുകാം. ചേട്ടൻ കയ്യിൽ ചെളിയാണെങ്കിൽ വേണ്ട. നന്നായി കൊടയറി ഒടിഞ്ഞു കുടഞ്ഞു. കണ്ട ഇലകളൊക്കെ ഇവിടെ ഉള്ള ഇലകളൊക്കെ പൊട്ടിച്ചിരിക്കടേ. എന്നിട്ട് അതൊക്കെ കൂടിയിട്ട് കൂർക്ക ഇതൊക്കെ അതൊക്കെ അല്ലേ ഇതിന് തൊലികളെ ഇതിന്റെ ഞാരും ചരമ്പൊക്കെ കളഞ്ഞിട്ട് നന്നാക്കിയിട്ട് എപ്പിടാനാ? ഞാനാണെ കണ്ണാടി എടുത്തിട്ടാ അതുമാതിരി ഒരു ചുക്കൂലിയ സാധനം. അല്ല, നിന്റെ തണ്ടൊക്കെ ഇതിൽ കിടന്നു കഴിഞ്ഞാൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ കട്ട്ലേറ്റ് ഞാര് വരട്ടെ കൂടുതൽ. നോക്കിയേ ഇവിടെ നീട്ടെ. അടിപൊളി. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ എന്തിട്ട് ഞാൻ ചെയ്തിടാ തന്നെ. അല്ലാണ്ട് ഞാൻ കളക്കി നടത്തുന്ന നിന്നിട്ടാണ് ഇതൊക്കെ ചെയ്തു തരുന്നത്. ചേട്ടൻ്റെ കൈമ മണ്ണുണ്ടാ? ഏയ് മണ്ണില്ല, ഞാൻ മണ്ണ് മാതിയിട്ടില്ല. ഇങ്ങനെ ഏട്ടടണേ നീ അതിലിട്ടെ. അത്രയ്ക്ക് മതി, നീ അധികം ആക്കണ്ട. മതിയാ? അയ്യോ വലിയ തണ്ട്. അതാണ്ട് ഉരിഞ്ഞിട്ടോ. പിന്നെയേക്കാം കിടന്നോട്ടെ. വേപ്പില വേണേ? വേപ്പിൻ്റെ ഇല തന്നോ? വേപ്പിൻ്റെ അല്ല ചേട്ടൻ കപ്പലണ്ടി നടണം എന്ന് പറഞ്ഞിട്ട്. കപ്പലണ്ടി പാക്കറ്റ് കഴിയാറായില്ലേ? വാങ്ങിച്ചോണ്ട് എന്തേ? എവിടെ? അടുത്തില്ലേ? ആ പാക്കറ്റ് മുഴുവൻ തിന്ന് കഴിച്ചാ? 10 മണിയോളം വലിയ പാക്കറ്റ് ഇന്ന് നാളെ നടാന്ന് പറഞ്ഞിട്ട് തിന്ന് കഴിച്ചത്. പറയണില്ലേ, പറഞ്ഞ കൂടിപ്പോവും. കപ്പലണ്ടി എന്ന് വാങ്ങിച്ചു കൊണ്ട് വെച്ചതാന്നറിയോ? കപ്പലണ്ടി ഇപ്രാവശ്യം കപ്പലണ്ടി കൂടുതൽ നടണമെന്നും പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് വെച്ചതാ. അത് പല പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ വിചാരിക്കും. പക്ഷെ ചിലതൊക്കെ നടക്കും, ചിലത് ബാക്കി വിത്തുകളൊക്കെ ഭക്ഷ്യയോഗ്യമല്ലാത്ത നന്നായി ഒക്കെ തിന്ന് കഴിച്ചാൽ. അല്ല ഇതൊക്കെ നട്ടനെ അല്ല, ഇതൊക്കെ തിന്നേനെ. വേപ്പില കഴുകിട്ട് മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി. ദൈവം ഇന്നും ഉണ്ടാക്കി കഴിയില്ലേ ചേട്ടാ? ഇരുട്ടായി തുടങ്ങിയല്ലോ. ഞാനൊരു നേന്ത്രപ്പഴം തിന്നല്ലോ കുറേ. അത് ദഹിച്ച് വരുന്നവരെയുള്ള സമയം എൻ്റെ ശരീരത്തിന് കൊടുക്കൂ. അടിപൊളി, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇപ്പോൾ മുരിങ്ങലായിട്ട് ഇപ്പോൾ കണ്ടലകളൊക്കെ ഇടാം. പൊന്നാങ്കണ്ണി ചേട്ടൻ പൊടിച്ചൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അതിനിപ്പോൾ ഇടുന്നു വേണ്ട. നീ ഇടണ്ടേ? അതിലിടണം കേട്ടോ. പച്ചമുളകിൻ്റെ ഉണ്ട് വേറെ. പച്ചമുളകിൻ്റെ എന്തിട്ടല്ലയാ? പച്ചമുളകിൻ്റെ അല്ല, ചീരയിലുണ്ട്, സാമ്പാർ ചീരയിലുണ്ട്, കുറേ തരം ഇലകളുണ്ട് ഇവിടെ. അതൊക്കെ ഇട്ടിട്ട് ചെയ്യണം. അത് നമുക്ക് കൂട്ടാൻ വെച്ചുകൂടെ? ഇതിലെന്നെ ഇട്ട് കഴിക്കണം എന്നൊരു നിർബന്ധം അല്ല. കട്ട്ലറ്റിൻ്റെ ഒരു പുതുമ. മറ്റേ ആ തെങ്ങിൻ്റെ അടക്കലത്തെ സാധനല്ലേ ഓർണമെന്റൽ? അത് കുറെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. വാ അതിന് തണ്ടാ അതിലല്ലേ തരുമെന്ന്. ഇങ്ങോട്ട് വരുന്നവർക്ക് ഇവിടെ ഉള്ളതൊക്കെ തരും.
കൂർക്കയെ ഉടയ്ക്കാനായിട്ടുള്ള ഈ കയ്യിലെടുത്തിട്ടില്ല എന്ന് പറയാ. കൂർക്ക ഉടയ്ക്കാനാ വന്ന ചേട്ടൻ? എൻ്റെ കൈ കൊണ്ട് ഉടയ്ക്കാൻ പറ്റില്ല. ഷേ, എനിക്ക് എൻ്റെ കുക്കർ കണ്ടിട്ടാ നോക്കിയേ. ആ, അതൊക്കെ മാറ്റി കളയാം, അല്ല തേച്ച് കളയാം. തേച്ച് കഴിയ പോവും, എനിക്കറിയാം. അവിടെ ചൂടാറിയോ? തീ കെടുത്തിട്ടാ കൂർക്ക ഉടയ്ക്കാനായിട്ടുള്ള കയ്യിലെടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനം വാങ്ങിക്കണം അല്ലേ, ഈ ഉരുളക്കിഴങ്ങ് കുടയ്ക്കണ ഞാൻ സാധനം. ഇന്നലെ വിചാരിച്ചല്ലോ. എന്ത്? അതാ ചെമ്പട്ടിയിൽ പിടിയലിൻ്റെ സ്മാഷർ. ആ, സ്മാഷ് അല്ല, മാഷ്. എന്തൊട്ട് തേങ്ങയിലായിട്ടോ. അല്ല ചേട്ടൻ അവിടെ നിന്നേ വാങ്ങിച്ചിട്ട് തരാം ഒരു കയ്യിൽ. ആ, അടിപൊളിയല്ലോ. നിരപ്പാക്ക ഏ, കൊത്തി കളിച്ചിട്ടേ നിരപ്പാക്കാന്ന് ഞാൻ. വൃത്തിയാക്കാം, പുല്ലൊക്കെ കളഞ്ഞു. ഉടച്ചു കിട്ടു. ഇത് കാണോ ഓർക്ക. ഇങ്ങനെ സാധനം അത് വെറുതെ തിന്നാം. അതെ, പീലുണ്ട്. ഇത് പീലിട്ടായില്ലേ, ഞാൻ വേണമെങ്കിൽ നാളെ കാലത്ത് നടാം. അത് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വരാം. അടിപൊളിയില്ലേ സ്ഥലം, സൂപ്പറായി. എങ്ങനെ നടന്നതായിരുന്നു. കൈ കഴിയിട്ട് വരാം. ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി വന്ന് നിൽക്കുകയാണ്. കൈ കഴിക്കുക. പയർ നടലൊക്കെ മാറ്റി വെച്ചു ചേട്ടൻ നാളെ. കോഴിമുട്ട പൊട്ടിക്കില്ലേ? ആ, നമ്മുടെ കോഴിമുട്ട രണ്ടര പൊട്ടിച്ചാൽ മതി. ഇപ്പം വെള്ള മാത്രല്ല എടുക്കുക, അത് മൊത്തം രണ്ടെണ്ണം മതിയല്ലേ? എടുക്കാം. സമയം കഴിഞ്ഞാൽ വെച്ച് തുടങ്ങിയാ ചേട്ടന്? എനിക്കൊരു ഞാൻ പറഞ്ഞ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൂ. ബ്രെഡ് ക്രംസ് ഈ ഒരു പ്ലേറ്റിലേക്ക് ആക്കാമല്ലേ? നമ്മുടെ ഇവിടുന്ന് വാങ്ങിച്ചുള്ള ഇതാണ്, എന്താ പറയുന്ന പേര്, പങ്കോ. ഇത് പരിപ്പട പോലെ ഇല്ല, അത് പരന്നിട്ട് ഭയങ്കരമായിട്ട്. ഇതാ അതെന്താ വെച്ചാൽ എൻ്റെ കൈ ഒട്ടി പിടിച്ചിട്ട് കുറച്ചുകൂടി കനം വേണം. അപ്പോൾ അല്ല, കനം അത് ഇല്ല, ഇങ്ങനെയും മതിയെന്ന്. ഇനി അല്ല, ഇനി ഇങ്ങനെ മതിയെന്ന്. നമ്മുടെ പാത്രം ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. വെറുതെ ഒരു നിരപ്പിൽ ഒഴിച്ചാൽ മതിയില്ലേ? ആ, സരിത കോഴിമുട്ടൽ മുക്കി സെൻറ്ററിൽ വയ്ക്കരുത്, ആദ്യം ചുറ്റി സൈഡിൽ വയ്ക്കും. അയ്യോ, സെൻറ്ററിൽ ലാസ്റ്റ് വയ്ക്കുക. കോഴിമുട്ടൽ മുക്കണം. തീ എടുത്തിയാ? തീ എടുത്തിട്ടില്ലേ? സെൻറ്ററിൽ ഏറ്റവും അവസാനം വയ്ക്കുക. സെൻറ്ററിൽ വയ്ക്കാൽ ഏറ്റവും തീ വരാം. ഞാൻ അടിയെ പിടിക്കാണ്ട് സാധനം രക്ഷപ്പെട്ടാൽ മതി. ഈ പാത്രം ആയ കാരല്ലേ? ഏതിലേക്ക് ഇട്ട് വെച്ചാ? ആ, രണ്ടെണ്ണം ഒരു സമയമാക്കി. ആ, ഈ ബ്രെഡ് ക്രംസ് കൈമല്ല ഒട്ടി പിടിച്ചിട്ടേ. എന്താ കൈമ മുട്ടി പാത്രം. അടുത്ത് ശരിക്കും സെൻറ്ററിലാ വെച്ചാ അടിപൊളി മതി. അങ്ങനെ ഫാസ്റ്റ് ശരിയായിരിക്കുന്നു. ചേട്ടൻ പറയണത് ഞാനാക്കിയത് കനം കുറവാന്ന്. അപ്പൊ അടുത്തോട്ട് ഞാൻ കനത്തിലാക്കാം. ഇത് മതി, കനം കുറവാകുമ്പോൾ ടേസ്റ്റ് കൂടും. ഈ പരിപ്പൂട പോലെയാക്കിന്ന് പറഞ്ഞിട്ട് അതൊന്നും കുഴപ്പമില്ല. ആരതൊക്കെ ചോദിക്കാനായിട്ട്? ചേട്ടനല്ലേ ചോദിച്ചത്? എന്താ പരിപ്പൂട പോലെ കനം കുറച്ചാക്കിയാണ് ഇത്തിരി കനത്തിലാക്കുന്നതല്ലേ? അതിലൊന്നും കാര്യമില്ല. ഇവിടെ താമസം ഒഴിച്ച് ബാക്കിയൊക്കെ ഇപ്പൊ ഈ പറമ്പിലായില്ലേ നമ്മള്? മറിച്ചിട്ടെ ഞാൻ ആദ്യം ഇട്ടതാണോ? ഏയ് ആയിട്ടില്ല. അയ്യോ, ഇത്തിരി തീ കൂട്ടുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ കുടിക്കുള്ളൂ. തീ കൂടി ഉള്ളിൽ വെന്തതല്ല ചേട്ടാ, അതുകൊണ്ട് തീ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. അത് ആയി തുടങ്ങി. അല്ല ചേട്ടൻ്റെ ജ്യൂസ് ഇടിയ അല്ല ചേട്ടൻ പറയണ ചേച്ചിയുടെ പല്ല് കെട്ടിയിട്ട് ഇട്ടാൽ മതിയെന്ന്. അതേ, ദുബായിൽ നിന്ന് ഒരാളുടെ അമ്മയ്ക്ക് അങ്ങനെ ജ്യൂസ് മാത്രമേ കഴിക്കാൻ പറ്റില്ല. അപ്പം അല്ല, എൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, പിന്നെ വേറെ ആരെങ്കിലും വണ്ണം ഭയങ്കര വെയിറ്റ് കുറവായിട്ടേ ഈർക്കിളി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കണു. അപ്പോൾ ഈ ജ്യൂസ് ഒന്ന് പറഞ്ഞതായി, എന്നിട്ട് വേണം വണ്ണം വയ്ക്കാൻ, വെയിറ്റ് കൂട്ടാന്ന് പറഞ്ഞിട്ട് അതിന് കമൻ്റ് ഉണ്ട്. പക്ഷെ അല്ല ചേട്ടൻ സമ്മതിക്കണില്ല. അല്ല ചേട്ടൻ ഉണ്ടാക്കാത്ത സാധനമാണെങ്കിൽ പിന്നെ ചേച്ചി പല്ല് കെട്ടിയിട്ടല്ലേ ഉണ്ടാക്കുള്ളൂ. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കും. ഇത് എന്നും ഉണ്ടാക്കേണ്ട ആളേ. പല്ല് കെട്ടണത് അടുത്ത മാസം 21-ാം തീയതി ഞങ്ങളുടെ ഡേറ്റ് കിട്ടിയാണെന്നുണ്ട്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കട്ടെ ഏട്ടാ. ഇരുട്ടാവും തോറും ഉണ്ടാക്കുന്നതിൻ്റെ വലിപ്പം കൂടി കൂടി വരുന്നുണ്ട്, കൂടുതൽ ഈശ് എടുത്തിട്ട്.
വെളിച്ചെണ്ണ ഇത്തിരി കൂടി ഒഴിക്കണം ചേട്ടാ, അത് സൈഡ് ഭാഗം മൊരിയണില്ല. നമ്മുടെ അപ്പോൾ ആദ്യത്തെ 6 പേരെടുത്തു കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? നിൽക്കുക. അതെ, നല്ലതായിട്ട് വന്നു. നല്ല ചൂട്ടോടുള്ള കടൽ കട്ട്ലറ്റ്. വാടി നീ ആ അല്ല ചേട്ടാ കഴിക്കി, എടുത്തോ. ഞാൻ അവിടെ ഉണ്ട്. മറ്റേ സോസ് എടുത്തിട്ടില്ല. സോസ് എനിക്ക് അത്ര വലിയ പിടുത്തമില്ല. നമുക്ക് സോസ് കഴിക്കുമ്പോൾ ഇതിന്റെ ഒറിജിനാലിറ്റി പോകും. ആ ഒറിജിനൽ ശരിക്കും ടേസ്റ്റ് അറിയില്ല. നമ്മളെ ഏത് സാധനം ആയില്ലത് കഴിക്കുമ്പോഴേ ചൂടിൻ്റെ വായവളും. ആഹാ, നല്ല മുരാന്നുള്ള കട്ട്ലേറ്റ്. നല്ല രസമുണ്ട്. നല്ല രസമല്ലേ? എന്ന് പറയും അത് എൻ്റെ കൂർക്ക ആയതുകൊണ്ട് അത്ര രസം എന്ന് പറയാല്ലേ ചേട്ടാ. ഇഷ്ടം പോലെ തന്നെ നടത്. അതെ, മടുക്കുമ്പോൾ ഈ സോസ് ഒഴിച്ച് കഴിക്കുക. ആ അപ്പോൾ അല്ല, അപ്പോൾ വീണ്ടും കൂടുതൽ തന്നെയാണ്. ആ ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂടായി കഴിക്കാൻ പറ്റത്തത്. ഇരുട്ട് ആവുന്നു, അതുകൊണ്ടാണ് നമ്മൾ വേഗം തന്നെ ടേസ്റ്റ് ചെയ്യണത് കാണിക്കണം അല്ലേ. ചൂടാറാൻ നമ്മൾ സമയം കൊടുക്കാത്ത, അല്ലെങ്കിൽ ചേട്ടൻ ചൂടാറിട്ട കഴിക്കുള്ളൂ അല്ലേ ചേട്ടാ? ഒരു തലയ്ക്കോടെ തിന്നണ്, വായരൊരു വള്ളയോടെ ഈ ആവി വിടുന്ന ആവി. ആൾക്കാർ കോഴി തിന്നുമ്പോ പറയും ഒരു തലയ്ക്കോടെ എല്ല് പുറത്തേക്ക് കളയാന്ന്. അതുപോലെ ആവിന് ഒരു ഭാഗത്തോടെ പോണത്. ആഹാ, എന്ത് രസാ. മറ്റേ നമ്മുടെ വെജിറ്റബിൾ കട്ട്ലൊക്കെ ഇതിൻ്റെ പിന്നെ പോയിരിക്കുന്നല്ലേ? അതെ, പിന്നിലുണ്ട്. നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന വെജിറ്റബിൾ കട്ട്ലറ്റ് ഇല്ലേ? അതന്നെ. അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് ഈ കൂർക്ക കട്ട്ലേറ്റ്. അയ്യോ ചേച്ചി നനയ്ക്കുക. ഒരു 2 എണ്ണം കൊണ്ട് ചേരണം ചേച്ചിക്കും ഓരോന്ന് കൊടുക്കണം. സൂപ്പർ കട്ട്ലറ്റ്. ഞാൻ കഴിക്കാൻ പോവാം. ചൂടുണ്ട് വായവളും. ആ അതാ പറഞ്ഞപ്പോൾ അതൊക്കെ തിന്നാൻ തിരിച്ച് പിടിച്ചിരുന്നേ. ഇതാരീ പറയണ ആളെന്ന് നോക്കട്ടെ ഞാൻ ഇനി എടുക്കട്ടെ. ചൂടുള്ളത് ചൂട് കുറവല്ലേ? ഇങ്ങനെ പൊട്ടിച്ച് പിടിച്ചിരുന്നാൽ മതി. അതിനുണ്ട് രസമുണ്ട്, നല്ല രസമുണ്ട് കേട്ടാ. ഞാൻ ചേട്ടൻ വെറുതെ പറയാൻ വിചാരിച്ചു. ബീഫ് കട്ട്ലറ്റിന്റെ ഇതുപോലെ തോന്നും. ഒരു ചെറിയൊരിത്.